ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള ഒന്നാമത്തെ സംസ്ഥാനം കേരളം. 2026 എക്കണോമിക് റിവ്യൂ റിപ്പോർട്ടിൽ പറയുന്നത് കേരളത്തിലെ വിലക്കയറ്റം 8% ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇത് വളരെ കൂടുതലാണ്. UP, MP, രാജസ്ഥാൻ പോലത്തെ സംസ്ഥാനങ്ങളിൽ വിലക്കയറ്റം വെറും 1% താഴെയാണ്. RBI ഫിക്സ് ചെയ്തിരിക്കുന്ന 6% എന്ന ഇൻഫ്ലേഷൻ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ഒരൊറ്റ സംസ്ഥാനമേ ഉള്ളൂ, നമ്മുടെ കേരളം. കേരളത്തിൽ ഇങ്ങനെ വിലക്കയറ്റം ഉണ്ടാകാനുള്ള ഒരു കാരണം സ്വർണം, പലചരക്ക്, വെളിച്ചെണ്ണ തുടങ്ങിയ സാധനങ്ങളുടെ വില കൂടിയതാണ്. കേരളം ശരിക്കും ഇന്നൊരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്. നെൽകൃഷിയുടെ കാര്യം മാത്രം നോക്കിയാൽ 50 വർഷം മുമ്പത്തെ ഡാറ്റ വെച്ച് നെൽകൃഷി ചെയ്യുന്ന ഏരിയ 75% എന്ന് കുറവാണ്. നല്ലൊരു പങ്ക് പഴം, പച്ചക്കറി, പൾസസ് ഒക്കെ നമ്മുടെ സംസ്ഥാനം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാണ്. ഇതിന് പുറമെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ ലേബറേഴ്സിന് കിട്ടുന്ന വേജ് കൂടുതലായതും NRI റെമിറ്റൻസ് ഒക്കെ നമ്മുടെ നാട്ടിലെ ആളുകളുടെ പർച്ചേസിംഗ് പവർ കൂടിയിട്ടുണ്ട്. ഇതും ഒരു കണക്കിന് വിലക്കയറ്റത്തിനുള്ള ഒരു കാരണമാണ്. എന്നാൽ കുറച്ച് നാളുകൾക്കൊക്കെ മുമ്പ് വരെ കൃത്യമായിട്ടുള്ള മാർക്കറ്റ് ഇന്റർവെൻഷൻ, അതായത് സപ്ലൈകോ ഒക്കെ വഴി സബ്സിഡൈസ്ഡ് സാധനങ്ങൾ മാർക്കറ്റിൽ എത്തിക്കുന്നതും അതുപോലെ തന്നെ സാധനങ്ങൾ പൂഴ്ത്തി വെക്കുന്നത് കൺട്രോൾ ചെയ്യുന്നതൊക്കെ വഴി സർക്കാരിന് ഈ വിലക്കയറ്റം കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരുന്നു. 2022-23 കാലഘട്ടത്തിൽ നാഷണൽ ഇൻഫ്ലേഷൻ റേറ്റിനേക്കാളും കുറവായിരുന്നു കേരളത്തിലെ ഇൻഫ്ലേഷൻ റേറ്റ്. എന്നാൽ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനം ഫേസ് ചെയ്യുന്ന സാമ്പത്തിക പ്രതിസന്ധി കാരണം കഴിഞ്ഞ ബഡ്ജറ്റിൽ മാർക്കറ്റ് ഇന്റർവെൻഷന് വേണ്ടി അലോക്കേറ്റ് ചെയ്ത പൈസ കൊടുക്കാൻ പോലും സർക്കാരിന് സാധിച്ചിട്ടില്ല. ഒരർത്ഥത്തിൽ ഇങ്ങനെ വിലക്കയറ്റം ഉണ്ടാകാനുള്ള ഒരു കാരണവും ഈ മാർക്കറ്റ് ഇന്റർവെൻഷൻ ഇല്ലാത്തതാണ്.